Hello friends, welcome to Ajmal Solutions. Friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CGL 2019 റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി 3 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതേപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത്രയും ടോപ്പിക്കിൽ നിന്ന് SSC CGL 2019 ടയർ 1 ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണാം, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നമ്മളുടെ 4ാമത്തെ ടോപ്പിക്കാണ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇതാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം, എന്നിട്ട് പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. The ratio of the number of boys to the number of girls in a school of 640 students is 5:3. If 30 more girls are admitted in the school, then how many boys should be admitted so that ratio of boys to that of girls becomes 14:9? വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്കൂളിൽ ടോട്ടൽ 640 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. ഇഫ് 30 മോർ ഗേൾസ് അഡ്മിറ്റ് ആവും, 30 പുതിയ ഗേൾസ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ഹൗ മെനി ബോയ്സ് ഷുഡ് ബി അഡ്മിറ്റഡ് സോ ദാറ്റ് റേഷ്യോ ഓഫ് ബോയ്സ്, അങ്ങനെയാണെങ്കിൽ എത്ര ബോയ്സ് ആണ് അഡ്മിഷൻ എടുത്തത് സോ ദാറ്റ് റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് എന്താവും 14:9. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ബോയ്സ്, 30 ഗേൾസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എത്ര ബോയ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ടാവും, റേഷ്യോ 14:9 മാറുന്നുവെങ്കിൽ എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ടോട്ടൽ ഇവിടെ 640 സ്റ്റുഡൻസ് ആണുള്ളത്. അതിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. നമുക്കറിയാം ടോട്ടൽ 640 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ 640 എങ്ങനെ 5:3 ഡിവൈഡ് ചെയ്യാം? അതായത് 5 + 3 8 യൂണിറ്റ് എന്ന് പറയുന്നത് 640 ആണ്. 8 യൂണിറ്റ് എന്ന് പറയുന്നത് 640 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്തായിരിക്കും? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 80 ആണ്. അപ്പം 5 യൂണിറ്റ് എന്ന് പറയുന്നത് 400 ആണ്. 3 യൂണിറ്റ് എന്ന് പറയുന്നത് 240 ആണ്. ക്ലിയർ അല്ലേ? ജസ്റ്റ് നമുക്ക് ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 640 8 യൂണിറ്റ് ആണ് 640, ഒരു യൂണിറ്റ് ആണ് 80 ആണ്, 5 യൂണിറ്റ് 400 ആണ്, 3 യൂണിറ്റ് 240 ആണ്. ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം. ഇനി അതിലേക്ക് എത്ര ഗേൾസ് വന്നിട്ടുണ്ട്? 30 ഗേൾസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 30 ഗേൾസ് വന്നിട്ടുണ്ട്. അപ്പം ഗേൾസ് എത്രയായി? 270. ഓക്കെ, ഇവിടെ എത്ര ബോയ്സാണ് വന്നത് നമുക്കറിയില്ല. ഓക്കെ, പിന്നെ നമുക്ക് എന്തറിയാം, അതിനുശേഷം അവസാനമുള്ള റേഷ്യോ എന്ന് പറയുന്നത് പിന്നെ 14:9 ആണെന്ന് അറിയാം. ഓക്കെ, 14:9 ആണെന്ന് അറിയാം. അതിൽ 14 എന്ന് പറഞ്ഞാൽ ബോയ്സ് ആണ്, 9 എന്ന് പറഞ്ഞാൽ ഗേൾസ് ആണ്. അപ്പോൾ ഈ 270 എന്ന് പറയുന്നത് 9 യൂണിറ്റിൻ്റെ വാല്യൂ ആണ്. അതായത് 9 × 30 ആണ് 270. അങ്ങനെയാണെങ്കിൽ 14 തുല്യമായ വാല്യൂ ഏതാ വരാം? 14 തുല്യമായ വാല്യൂ എന്ന് പറഞ്ഞാൽ 14 × 30 എത്രയാണ്? 420 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം 400 ബോയ്സ് ആണുള്ളത്. ഇപ്പോൾ കുറച്ച് ബോയ്സ് കൂടി വന്നപ്പോൾ 420 ബോയ്സ് ആയി. അങ്ങനെയാണെങ്കിൽ എത്ര ബോയ്സ് ആണ് വന്നത്? 20 ബോയ്സ് ആണ് വന്നത്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ടോട്ടൽ സ്റ്റുഡൻസ് 640 ആണ്. അതിൽ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ റേഷ്യോ 5:3. അപ്പോൾ ടോട്ടൽ 8 യൂണിറ്റിൻ്റെ വാല്യൂ 640 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് ആണ് 80. 5 യൂണിറ്റ് ആണ് 5 × 80 400, 3 × 80 240. ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന ബോയ്സിൻ്റെ ഗേൾസിൻ്റെ എണ്ണം. അതിൽ 30 ഗേൾസ് കൂടി വന്നു. അപ്പോൾ ടോട്ടൽ 270 ആയി. എത്രയോ ബോയ്സ് വന്നിട്ടുണ്ട്, അത്ര നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. മാത്രമല്ല വന്നതിന് ശേഷമുള്ള ബോയ്സിൻ്റെ ഗേൾസിൻ്റെ റേഷ്യോ 14:9 ആണ്. അതിൽ ഗേൾസ് 270 എന്നറിയാം. അതായത് ഈ 9 യൂണിറ്റിൻ്റെ വാല്യൂ, ഈ 9 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 270. അതായത് 9നെ 30 കൊണ്ട് ഗുണിച്ചാലാണ് 270 കിട്ടുക അല്ലേ? അങ്ങനെയാണെങ്കിൽ 14നെ 30 ഗുണിച്ചാൽ എത്ര വരും? 420. അപ്പോൾ ഇപ്പോഴുള്ള ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 420 ആണ്. ആദ്യം 400 ആയിരുന്നു, ഇപ്പോൾ 420 ആണ്. അപ്പോൾ എത്ര പുതിയ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്? 20 പുതിയ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ TCS വന്നതിന് ശേഷം ഉള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ മീൻ പ്രൊപ്പോർഷണൽ, തേർഡ് പ്രൊപ്പോർഷണൽ, ഫോർത്ത് പ്രൊപ്പോർഷണൽ, ഇതിൽ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പണ്ട് അതിന് മുന്നേ ഉള്ള എക്സാമിലൊക്കെ നമുക്ക് അത്രത്തോളം ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കൺസെപ്റ്റുവലാണ്. നമുക്കത് സംഭവം മനസ്സിലായാൽ മതി. പിന്നെ കാൽക്കുലേഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല ഇതിൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഈ മീൻ പ്രൊപ്പോർഷണൽ എന്താണ്, അതേപോലെ തേർഡ് പ്രൊപ്പോർഷണൽ എന്താണ്, ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്താണ്, നിങ്ങൾ എല്ലാവരും പഠിച്ചതായിരിക്കും. ഓക്കെ, എനിവേ ഇപ്പോൾ സപ്പോസ് A, B, C ഇത് 3 നമ്പേഴ്സാണ്. ഈ 3 നമ്പേഴ്സ് പ്രൊപ്പോർഷണലാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ 3 നമ്പേഴ്സ് പ്രൊപ്പോർഷണലാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം A/B = എന്തായിരിക്കും?
ബി ബൈ സി ആയിരിക്കും. ഈ മൂന്ന് നമ്പർ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന അർത്ഥം എ ബൈ ബി സീക്വൽ ബി ബൈ സി ആയിരിക്കും. അതിൽ എ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ക്രോസ് ചെയ്താൽ ബി സ്ക്വയർ സീക്വൽ ടു എ സി എഴുതാം. ഇതാണ് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ, ഇതാണ് മീൻ പ്രൊപ്പോർഷണൽ, ഇതാണ് തേർഡ് പ്രൊപ്പോർഷണൽ. മൂന്ന് നമ്പേഴ്സ് ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ വരുന്ന ഒരു വാല്യൂ ആണ് അല്ലേ. മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അതായത് ബി സ്ക്വയർ സീക്വൽ ടു എ സി ആണ്, അതായത് ബി സീക്വൽ ടു റൂട്ട് എ സി ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, രണ്ട് നമ്പേഴ്സ് ഓക്കെ, ആ രണ്ട് നമ്പേഴ്സിൻ്റെ ഫോർ എക്സാമ്പിൾ 4, 16 ഈ രണ്ട് നമ്പേഴ്സിൻ്റെ മീൻ പ്രൊപ്പോർഷൻ ഏതാണെന്ന് വെച്ചാൽ എന്തായിരിക്കും, മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുവിൽ വരുന്നൊരു വാല്യൂ ആണ്, അതായത് ഇത് മൂന്ന് നമ്പർ എന്തായിരിക്കണം, പ്രൊപ്പോർഷൻ ആയിരിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 4നെയും 16നെയും മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 4 × 16ൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്ത് വരും, 8 വരും. ഓക്കെ, നോക്ക് നിങ്ങൾ 4, 8, 16 ഇത് മൂന്നും എന്താണ്, പ്രൊപ്പോർഷൻ ആണ്. ആണോ, ചെക്ക് ചെയ്ത് നോക്കാം. 4/8 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 8/16 ഈക്വൽ ആണല്ലേ. 4/8 എന്ന് പറഞ്ഞാൽ 1/2, 8/16 എന്ന് പറഞ്ഞാൽ 1/2. ക്ലിയർ ആണല്ലോ. അപ്പോൾ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക, അതാണ് മീൻ പ്രൊപ്പോർഷൻ, റൂട്ട് എ സി. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഇതാണ്, ഇതിലിപ്പോൾ സി ആണ് എന്ത്, തേർഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ തേർഡ് പ്രൊപ്പോർഷൻ എങ്ങനെ കാണും, ഇതിൽ നിന്ന് കണ്ടാൽ മതി. സി എന്ന് പറഞ്ഞാൽ എന്താ, സി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ബൈ എ. ഓക്കെ, ഇനിയിപ്പോൾ 4 നമ്പർ ഉണ്ടെങ്കിൽ എ സി ഡി 4 നമ്പർ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന അർത്ഥം എന്താണ്, എ ബൈ ബി സീക്വൽ ടു സി ബൈ ഡി ആണ്. ഇതിൽ ഡി ആണെന്ത്, ഫോർത്ത് പ്രൊപ്പോർഷൻ. ഓക്കെ, എ ബൈ ബി സീക്വൽ ടു സി ബൈ ഡി എന്ന് പറയുന്ന അർത്ഥം എന്താ, എ ഇൻറ്റു ഡി സീക്വൽ ടു ബി ഇൻറ്റു സി അല്ലേ. അതായത് ഒന്നാമത്തെയും നാലാമത്തേൻ്റെയും ഗുണനം എന്ന് പറയുന്നത് ബിൻ്റെയും സിൻ്റെയും ഗുണനത്തിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ബി ആണ്, ഇവിടെ ഒരു ബി ഉണ്ടാവും, അപ്പം ബി സ്ക്വയർ. ക്ലിയർ ആണോ, എ ബൈ ബി സീക്വൽ ബി വെച്ചാൽ ബി ഇൻറ്റു ബി സീക്വൽ ടു എ ഇൻറ്റു സി, ബി സ്ക്വയർ സീക്വൽ എ സി. 4 ഉണ്ടെങ്കിൽ എ ഇൻറ്റു ഡി സീക്വൽ ബി ഇൻറ്റു സി. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബി സ്ക്വയർ ബൈ എ. അതായത് രണ്ട് നമ്പർ തന്നിട്ട് നമുക്ക് തേർഡ് പ്രൊപ്പോർഷൻ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, തേർഡ് പ്രൊപ്പോർഷൻ വെച്ചാൽ ഇത് ഒന്നാമത്താണ്, ഇത് രണ്ടാമത്താണ്, അപ്പം മൂന്നാമത്തെ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം രണ്ടാമത് നമ്പർ അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒന്നാമത്. ക്ലിയർ ആണോ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, if x is the mean proportional between 12.8 and 64.8 and y is the third proportional to 38.4 and 57.6, then 2x is to y is. അപ്പോൾ 2x is to y ആണ് കാണുന്നത്. അപ്പം 2 ഇൻറ്റു എക്സ് എന്താ പറഞ്ഞത്, എക്സ് എന്ന് പറഞ്ഞാൽ 12.8ൻ്റെയും 64.8ൻ്റെയും മീൻ പ്രൊപ്പോർഷനാണ്. മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 12.8 ഇൻറ്റു 64.8 അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് 12.8 ഇൻറ്റു 64.8. അതും പിന്നെ ഏതും തമ്മിലുള്ള റേഷ്യോ ആണ്, വൈയും തമ്മിലുള്ള റേഷ്യോ ആണ്. വൈ എന്ന് പറഞ്ഞാൽ എന്താ, തേർഡ് പ്രൊപ്പോർഷണൽ ടു 38.4 ആൻഡ് 57.6. അതായത് തേർഡ് പ്രൊപ്പോർഷൻ എന്തായിരുന്നു, 50.6 ഇൻറ്റു 57.6 ഡിവൈഡ് ബൈ 38.4. ഓക്കെ, ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം 38.4 എന്ന് പറഞ്ഞാൽ 19.2 ഇൻറ്റു 2 ആണ്, ഇത് 19.2 ഇൻറ്റു 3 ആണ്. അവിടെ നിൽക്കട്ടെ. ഇനി നോക്കണേ, ഇവിടെ 12.8 ഇൻറ്റു 64.8 ആണ്. അപ്പോൾ 12.8ന് നമുക്ക് 128/10 എഴുതാം, 64.8ന് 648 ഡിവൈഡ് ബൈ 10 എഴുതാം. അപ്പോൾ എന്ത് ചെയ്യും, ബൈ 100 വരും അല്ലേ, ഡിവൈഡ് ബൈ 100 വരും. ആ 100 പുറത്തെടുത്താൽ 2/10 വരും. ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്, 128 ഇൻറ്റു 64.8. ഓക്കെ, 128 ഇൻറ്റു 648 അല്ലേ. അതായത് ഈ രണ്ട് ഡെസിമൽ പോയിന്റ് നമ്മൾ മാറ്റി, അതിന് വേണ്ടി നമ്മൾ രണ്ട് കേസിലും 10 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 10 ഇൻറ്റു 10 100 നമ്മൾ പുറത്തെടുത്തു, 100 പുറത്തെടുത്താൽ എന്തായിട്ട് വരും, 10 ആയിട്ട് വരും. ഓക്കെ, ഈ 128ഉം 648 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക എന്ത് ചെയ്യും നമ്മൾ, ഇതിപ്പോൾ ഏതുകൊണ്ട് ഡിവിസിബിൾ ആണ്, ഇത് രണ്ടും 8 കൊണ്ട് ഡിവിസിബിൾ ആണോ, ആണ് അല്ലേ, 8 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 2/10 ഇൻറ്റു 8 ഇൻറ്റു ഏതാണ് 16 ഇൻറ്റു 8 ഇൻറ്റു എത്ര വരും, 81. ഓക്കെ, ഈസ് ടു ഇവിടെ നമുക്ക് ഈ 2ഉം 57.6ഉം ക്യാൻസൽ ചെയ്യാൻ വരും, 28.8 വരും. ഓക്കെ, അപ്പം 3 ഇൻറ്റു 28.8. ഇത് പക്ക ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, നമുക്ക് സംഭവം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് കാൽക്കുലേഷൻ അതേ ഉള്ളൂ. ഇപ്പോൾ 2/10 എന്ന് പറഞ്ഞാൽ 1/5, 8 ഇൻറ്റു 8 പുറത്തെടുത്താൽ എന്ത് വരും, 8, 16 പുറത്തെടുത്താൽ 4, 81 പുറത്തെടുത്താൽ 9. ഓക്കെ, ഈക്വൽ ടു 3 ഇൻറ്റു 28.8. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 3ഉം ഈ 9 ക്യാൻസൽ ചെയ്താൽ 3 ടൈംസ് വരും. ഓക്കെ, ഈ 8ഉം അല്ലെങ്കിൽ ഈ 4ഉം 28.8ഉം ക്യാൻസൽ ചെയ്താൽ 7.2
ഓക്കെ, അപ്പോൾ എന്ത് വരും 8 × 3 24:2. ഈ 5 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 7.2 എന്ന് പറഞ്ഞാൽ 36. ഓക്കെ, 24:36 എന്ന് പറഞ്ഞാൽ അത്രയാണ്. 12 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2:3. നമ്മുടെ ആൻസർ ഏതാണ്? 2:3. ഇതൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഈ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് TCS ചോദിച്ചിട്ടുണ്ട് പല എക്സാമുകളിൽ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും നോക്കണം കേട്ടോ. കാരണം ഇങ്ങനത്തെ ജസ്റ്റ് ഇങ്ങനെ കാൽക്കുലേഷൻസ് ഉണ്ടാവും, നമ്മളത് ചെയ്ത് ഏതൊക്കെ ക്യാൻസൽ ആവും എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. മീൻ പ്രൊപ്പോർഷണലും അതേപോലെ തേർഡ് പ്രൊപ്പോർഷനുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 numbers are in the ratio of 5:7. If the first number is 20, then the second number. ഇത് വളരെ ബേസിക്, എന്താ പറയുക, സ്കൂൾ ലെവൽ ക്വസ്റ്റ്യൻ ആണല്ലേ, വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. 2 നമ്പറിൻ്റെ റേഷ്യോ 5:7 ആണ്. അതിലൊരു നമ്പർ, ഫസ്റ്റ് നമ്പർ 20 ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എത്ര? ഇതിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യം കൂടി ഇല്ലല്ലേ. അതായത് 2 നമ്പർ 5:7 ആണ്. ഈ 5 എന്ന് പറയുന്ന നമ്പർ, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ആണ്. അതായത് ഇൻറ്റു 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 7 എത്ര ആയിരിക്കും? ഇൻറ്റു 4 എത്ര? 28. ഓക്കെ, ക്ലിയർ അല്ലേ? 2 നമ്പറിൻ്റെ റേഷ്യോ 5:7. ഒന്നാമത്തെ നമ്പർ 20 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്ര? ക്ലിയർ? 5 യൂണിറ്റ് 20 ആണെങ്കിൽ 1 യൂണിറ്റ് 4, 7 യൂണിറ്റ് എത്ര? 28. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ? വീണ്ടും വന്നത് പ്രൊപ്പോർഷൻ ആണ്. മീൻ പ്രൊപ്പോർഷൻ കാണാനാണ്. അതായത് if 2x + 1, x + 2, 2 and 5, 4 നമ്പേഴ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ. അപ്പോൾ 4 നമ്പേഴ്സ് പ്രൊപ്പോർഷണൽ ആണ്. Then what is the mean proportional between 3.5 × 1 - x and 8 × 1 + x? ഓക്കെ, അപ്പോൾ നമുക്കറിയാം 4 നമ്പർ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, A, B, C, D 4 നമ്പർ പ്രൊപ്പോർഷണൽ നമുക്ക് എന്ത് ചെയ്താം? A × D = B × C എന്ന് എഴുതാം. അതെങ്ങനെയാണ് വരുന്നത്? 4 നമ്പർ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് AB = C/D എന്നായിരുന്നു. അതുകൊണ്ട് B × C എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A × D. അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തതും നാലാമത്തതും കുറിച്ചാൽ 5 × 2x + 1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 10x + 5 is equal to 2 × x + 2 എന്ന് പറഞ്ഞാൽ 2x + 4. ഇങ്ങോട്ട് വന്നാൽ വരും 8x = 4 - 5 - 1, x = -1/8. ഓക്കെ, എന്താ കണ്ടത്? ഈ 2 നമ്പറിൻ്റെ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ്. 3.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 7/2 ഇൻറ്റു 1 - x and 8 × 1 + x ആണ്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 - x × 1 + x എന്ന് പറഞ്ഞാൽ എന്താ? A + b × a - b എന്ന് പറഞ്ഞാൽ a² - b² ആണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആൾജിബ്രയിലൊക്കെ അല്ലേ? a - b. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ വാല്യൂ കൊടുത്ത് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതായത് ഇവിടെ ഇപ്പോൾ 1 - x എന്ന് പറഞ്ഞാൽ വരും 1 - -1/8 എന്ന് പറഞ്ഞാൽ 1 + 1/8 അല്ലെങ്കിൽ 9/8 വരും. ഓക്കെ, ഇവിടെ എന്ത് വരും? 8 × 1 + x എന്ന് പറയുമ്പോൾ 1 + -1/8. അപ്പോൾ എന്ത് വരും? 1 - 1/8, അതായത് 7/8 വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ 8 ക്യാൻസലായി. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ഇവിടെ 8 × 2 16 ആവും. അപ്പോൾ നമുക്ക് കിട്ടി. കാരണം ഇതെല്ലാം നമ്മൾ പുറത്തേക്ക്, സ്ക്വയർ റൂട്ടിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 7 × 7 ഉണ്ട്. അപ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ 7 ആയി. 9 എന്ന് പറഞ്ഞാൽ 3² ആണ്. അപ്പോൾ പുറത്തെടുക്കുമ്പോൾ 3 ആയി. അടിയിൽ എന്താ ഉള്ളത്? 2 × 8 16. 16 എന്ന് പറയുമ്പോൾ പുറത്തെടുക്കുന്ന സമയത്ത് 16ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര? 4. അപ്പോൾ ആൻസർ എന്ത് വരും? 21/4. പക്ഷെ നമുക്ക് പോയിന്റ് വെച്ചിട്ട് ഉള്ളത് 21/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21/4 എന്ന് പറഞ്ഞാൽ 5.25 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏത് തരാം? ബി. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ജസ്റ്റ് നമുക്ക് ഇത് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. നമുക്ക് മീൻ പ്രൊപ്പോർഷൻ എന്താണെന്ന് അറിയാം. അതേപോലെ 4 നമ്പർ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതിൻ്റെ ഒരു ബന്ധം A/B = C/D അല്ലെങ്കിൽ A × D = B × C ആണെന്ന് അറിയാം. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് മീൻ പ്രൊപ്പോർഷണൽ കാണാം. ഓക്കെ, the ratio of boys and girls in a group is 7:6. ഓക്കെ, ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 7:6 ആണ്. If 4 more boys join the group and 3 girls leave the group, then the ratio of boys to girls becomes 4:3. What is the total number of boys? പല രീതിയിൽ ഇത് ചെയ്യാം. അതിൽ നമുക്ക് അതിനൊരു മെത്തേഡാണ് ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലേ? ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് വെച്ചാൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പ് തന്നെ ഇത് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതായത് റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ ഗ്രൂപ്പ് 7:6 ആണ്. ഓക്കെ, if 4 more boys join the group and 3 girls leave the group, then the ratio of boys to girls. അപ്പോൾ ഇത് ഫൈനൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:3 ആണ്. ഓക്കെ, ബോയ്സ് എന്താ സംഭവിച്ചത്? ബോയ്സ് 4 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഗേൾസ് 3 പേര് ലീവ് ചെയ്തിട്ടുണ്ട്. ബോയ്സ് 4 പേര് ജോയിൻ ചെയ്തു, അപ്പോൾ +4, ഗേൾസ് 3 പേര് ലീവ് ചെയ്തപ്പോൾ -3. ഇനി എന്ത് ചെയ്യാം? ജസ്റ്റ് ക്രോസ് ചെയ്യാം. ഓക്കെ, 7 × 3 എന്ന് പറഞ്ഞാൽ 21, 6 × 4 എന്ന് പറഞ്ഞാൽ 24. ഡിഫറൻസ് എത്രയാണ്? 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 4 ×
into -3 minus 12, 3 into 4 എന്ന് പറഞ്ഞാൽ plus 12, minus 12 plus 12 ഡിഫറൻസ് 24. അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 8 വരും. നമുക്ക് എന്താ കണ്ടത്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്? ടോട്ടൽ നമ്പർ എത്ര? 7 plus 6, 13 യൂണിറ്റ് എത്രയാണ്? അപ്പം 13 into 8 is equal to 104. ഓക്കെ, 104. ക്ലിയർ അല്ലേ? ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് എക്സ് കൊടുത്ത് ചെയ്യുന്ന തന്നെയാണ് സംഭവം. നമ്മൾ കുറച്ചുകൂടി കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ. എക്സ് കൊടുത്ത് ചെയ്താൽ സപ്പോസ് 7:6 ആണ് ബോയ്സിൻ്റെ ഗേൾസിൻ്റെ റേഷ്യോ. അതായത് 7x-ഉം 6x ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അതിലെന്താ സംഭവിക്കുന്നത്? 4 more ബോയ്സ് ജോയിൻ. അപ്പം ഇത് 4 കൂടി. പിന്നെ 3 ഗേൾസ് ലീവ്. അപ്പം ഗേൾസ് 3 കുറഞ്ഞു. അപ്പോൾ ഉള്ള റേഷ്യോ ആണ് എന്ത്? 4. ഇത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന സമയത്ത് 21x plus 12 is equal to 24x minus 12 വരും. അതിൽ നമുക്ക് എന്ത് കിട്ടും? 3x is equal to 24 to x is equal to 8 കിട്ടും. x is equal to 8. ആദ്യം നമ്മൾ എടുത്തത് 7x ബോയ്സും 6x ഗേൾസും ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായിരുന്നു? 13x ആണ്. അപ്പം 13 into 8 is equal to 104. ഇത് തന്നെയാണ് ഇത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ റേഷ്യോ പ്രൊപ്പോർഷനൊക്കെ പഠിച്ച ആളുകളെന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മളിത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് പ്രത്യേകിച്ച് സീരീസിന് വേണ്ടി ഉള്ളൊരു സീരീസാണ്, അതേപോലെ മെയിൻസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ അറിയാമെന്നുള്ളൊരു വിശ്വാസമാണ്. ഓക്കെ, നെക്സ്റ്റ്, എ സം ഓഫ് റുപ്പീസ് എക്സ് വാസ് ഡിവൈഡഡ് ബിറ്റ്വീൻ എ, ബി, സി ആൻഡ് ഡി ഇൻ ദി റേഷ്യോ 1/3:1/5:1/9. ഓക്കെ, if the difference between the shares of B and D is 832, then the value of X. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റേഷ്യോ എന്ന് പറയുന്നത് 1/, എന്ന് പറഞ്ഞ ടേംസിലാണ് തന്നത്. അപ്പോൾ ഒരു നോർമൽ റേഷ്യോയിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻറ്റീജർ റേഷ്യോയിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഈ ടൈപ്പ് വന്ന് എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, 3, 5, 6, 9 LCM എടുത്ത് ഗുണിച്ചാൽ മതി അല്ലേ? 3, 5, 6, 9 LCM ഏതായിരിക്കും വരാം? 9ഉം 5ഉം ഉണ്ട്. അപ്പോൾ 45 വരില്ല, അടുത്തത് 90 വരും. ഓക്കെ, അപ്പോൾ 90/3 എത്ര? 30. 90/5 എന്ന് പറഞ്ഞാൽ 18, 90/6 എന്ന് പറഞ്ഞാൽ 15, 90/9 എന്ന് പറഞ്ഞാൽ 10. ഇതാണ് നമ്മുടെ റേഷ്യോ. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർസ് ഓഫ് ബി ആൻഡ് ഡി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എ, ബി, സി, ഡി. ബിൻ്റെയും ഡിൻ്റെയും ഡിഫറൻസ് 832 ആണ്. അപ്പോൾ ബിൻ്റെയും ഡിൻ്റെയും ഡിഫറൻസ് ആണ് എത്ര യൂണിറ്റ് ആണ്? 8 യൂണിറ്റ്. അപ്പോൾ 8 റേഷ്യോൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 832 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടത്? വാല്യൂ ഓഫ് എക്സ്, അതായത് ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 30, 48, 63, 73. അപ്പോൾ 73 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യൻ. 8 യൂണിറ്റ് 832. അപ്പോൾ 832 8 എന്ന് പറഞ്ഞാൽ എത്ര? 104 ആണ്. അപ്പം 73 into 104 വരും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരണം? 3 into 4 ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരണം? 2 വരണം. അങ്ങനത്തെ ഒരൊറ്റ ഓപ്ഷൻ ഉള്ളത് ഏതാണ്? 7590. നമുക്ക് ഓപ്ഷനിലേക്ക് കൂടി നോക്കാം സോൾവ് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, the ratio of the ages of A and B 8 years ago was 2:3. അപ്പോൾ 8 വർഷം മുന്നേ ഉള്ള 8 years ago അപ്പോൾ ഉള്ള എൻ്റെയും ബിൻ്റെയും ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. 4 years ago എന്ന് പറയുന്ന സമയത്ത് റേഷ്യോ ഓഫ് ഏജ് 5:7 ആണ്. ഇത് 4 years ago ആണ് അല്ലേ? വാട്ട് വിൽ ദ റേഷ്യോ ഓഫ് ദി ഏജസ് 8 years from now? 8 years from now. ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് സിനാരിയോയിൽ നിന്ന് 8 വർഷം കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ റേഷ്യോ എത്തണം. ഇത് 8 വർഷം മുന്നേ ഉള്ളത്, ഇത് 4 വർഷം മുന്നേ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്ര വരാം? +4 അല്ലേ? 8 വർഷം മുന്നേ ഉള്ളത്, 4 വർഷം മുന്നേ ഉള്ളത്. അപ്പം 8 വർഷത്തിൽ നിന്ന് 4 കൂട്ടിയാലല്ലേ 4 വർഷം മുന്നേ ഉള്ള വാല്യൂ കിട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്താൽ മതി. എന്ത് വരും? 2 into 7 14, 3 into 5 15. അപ്പോൾ ഒരു യൂണിറ്റ് is equal to 20, 28. 8 ആണ്. ഓക്കെ, അപ്പോൾ 2 യൂണിറ്റ് പറഞ്ഞാൽ 16, 24. ക്ലിയർ ആണല്ലോ? 16, 24. ഇതെപ്പോഴാണ്? 8 വർഷം മുന്നേ. നമുക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് 8 വർഷം കഴിഞ്ഞാൽ അപ്പോൾ എത്ര കൂട്ടണം ഇതിൻ്റെ കൂടെ? ഇത് 8 വർഷം മുന്നേ ഉള്ളതാണ്. ഇപ്പോയിൽ നിന്ന് ഈ ഒരു പ്രസൻറ്റ് സിനാരിയോയിൽ നിന്ന് 8 വർഷം കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ എത്ര കൂട്ടണം? 16 കൂട്ടണം. അപ്പോൾ എത്ര വരും? 32. ഇതിനോട് 16 കൂട്ടിയാൽ 40. ഇതിൻ്റെ റേഷ്യോ എത്ര വരാം? 4:5. ക്ലിയർ അല്ലേ? ഇത് 8 വർഷം മുന്നുള്ള റേഷ്യോ ആണ്, ഇത് 4 വർഷം മുന്നുള്ള റേഷ്യോ ആണ്. അപ്പോൾ 8 വർഷത്തിന് മുന്നേ നിന്ന് 4 വർഷം മുന്നിലേക്ക് വരണമെങ്കിൽ +4 കൂട്ടണം. അതാണ് രണ്ട് സ്ഥലത്തും 2ക്ക് 4 വയസ്സ് കൂട്ടി. ഓക്കെ, അപ്പോൾ ഇത് റേഷ്യോ എന്ന് പറയുന്നത് ഈ വാല്യൂ കിട്ടും. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 16 ആണ്, 24 ആണ്. രണ്ടാളുടെയും 8 വർഷം മുന്നേ ഉള്ള ഏജ് ആണ്. അപ്പോൾ 8 വർഷം ശേഷം എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോഴത്തേക്ക് എത്തണമെങ്കിൽ, അതായത് ഈ ഒരു സമയത്ത് എത്തണമെങ്കിൽ 8 കൂട്ടണം, പിന്നെ ഒരു 8 കൂട്ടണം. അപ്പോൾ 16 കൂട്ടണം. ഓക്കെ, 32, 40. റേഷ്യോ 4:5. ഓക്കെ,
If x is added to each 8, 10, 16, 22 and 32, the numbers obtained in this order are in proportion. Okay, this type of question is TCS. What is the mean proportional between the numbers x plus 1 and 3x plus 1? ഈ 4 നമ്പറിൻ്റെ കൂടെ ഏതോ ഒരു വാല്യൂ കൂട്ടിയപ്പോൾ എന്താവും ഈ 4 നമ്പറും പ്രൊപ്പോർഷനിലാവുന്നതാണ്. 4 നമ്പർ പ്രൊപ്പോർഷനിലാവുന്ന നമുക്കറിയാം എന്താ 10 പ്ലസ് എക്സ് ആണ് കൂട്ടുന്നത് വിചാരിച്ചോ. അപ്പോൾ ഇത് 4ഉം എക്സ് കൂട്ടിയതിന് ശേഷം ഈ 4 നമ്പറും പ്രൊപ്പോർഷനിലാവും. അതിൻ്റെ അർത്ഥം എന്താ 10 പ്ലസ് ഈ നമ്പർ എന്താവും എക്സ് കൂട്ടിയാൽ 10 പ്ലസ് എക്സ് ആവും, ഇത് 16 പ്ലസ് എക്സ് ആവും, 22 പ്ലസ് എക്സ് ആവും, 32 പ്ലസ് എക്സ് ആവും. അപ്പം ഇതിൻ്റെ റേഷ്യോ 16 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 22 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 32. ഓക്കെ, ഇത് സോൾവ് ചെയ്യാൻ പല മെത്തേഡ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞൊന്നുമില്ല, നമ്മൾ ഈ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ ചെയ്തു 10 പ്ലസ് എക്സ്. ഓക്കെ, പിന്നെ ഡിനോമിനേറ്ററിൽ 16 പ്ലസ് എക്സിന് പകരം ഈ 2 നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഈ 2 നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര 6ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു അതേപോലെ ഈ ന്യൂമറേറ്റർ അതുപോലെ ഇതും 22 എക്സ് 22 32 നമ്മൾ ഡിഫറൻസ് 10 ആണ്. ഇതിവിടെ നമ്മൾ നേരെ ക്യാൻസൽ ചെയ്തു 3 ടൈംസ് 5 ടൈംസ് ജസ്റ്റ് ഗുണിക്കുക 50 പ്ലസ് 5x ഈസ് ഈക്വൽ ടു 66 പ്ലസ് 3x എന്ത് വരും 2x is equal to 16, x is equal to 8. ഇനി നമുക്ക് എന്താ വേണ്ടത് x plus 1ൻ്റെയും 3x plus 1ൻ്റെയും മീൻ പ്രൊപ്പോർഷൻ ആണ്. മീൻ പ്രൊപ്പോർഷൻ ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ക്വയർ റൂട്ട് പ്രൊഡക്റ്റിൻ്റെ സ്ക്വയർ റൂട്ട്. x plus 1 എന്ന് പറഞ്ഞാൽ എത്ര 8 പ്ലസ് 1 9, 3x plus 1 എന്ന് പറഞ്ഞാൽ 3 × 8 24 പ്ലസ് 1 25, 9 പുറത്തെടുത്താൽ 3, 25 പുറത്തെടുത്താൽ 5. ഓക്കെ, 15. ഇത് ചെയ്യാൻ പല മെത്തേഡുകളും ഉണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടാമത്തെ ഡിനോമിനേറ്ററിൽ ജസ്റ്റ് ഇതിന് രണ്ടിൻ്റെയും ഡിഫറൻസ് മാത്രം എഴുതിയിട്ട് മിക്കവാറും കേസിൽ ഇത് രണ്ടും പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗുണിക്കാൻ മാത്രമേ ഉള്ളൂ. ഗുണിക്കുന്ന തന്നെ ഈ സ്റ്റെപ്പ് ഒഴിവാക്കി നമുക്ക് ഡയറക്റ്റ് ഗുണിക്കാവുന്നേ. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ 55x ഇവിടെ 66 3x അപ്പം 2x is equal to 16 ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പല മെത്തേഡുകളുണ്ട്. നിങ്ങൾ ഏത് മെത്തേഡാണോ ഫോളോ ചെയ്യുന്നത് അത് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നമ്മൾ മൊത്തം ഗുണിക്കേണ്ട ആവശ്യമില്ല. ഈ ഡിനോമിനേറ്റർ നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ രണ്ടിനും ഡിഫറൻസ് എടുത്താൽ മതി. അതെങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ ഞാനത് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിന് അതിൻ്റെ പ്രൂഫ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, എ certain amount is divided among Sunita, Amit and Vibha in the ratio 2:3:4. If Vibha gets 14416 then total amount എത്രയാണ്? 3 പേരുണ്ട്, സുനിത്, അമിത്, വിഭ. 2 3 4 ഇവരുടെ റേഷ്യോ 2:3:4 ആണ്. ഓക്കെ, അപ്പോൾ വിഭക്ക് കിട്ടുന്നത് 14,416 ആണെങ്കിൽ ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇതിലിപ്പോൾ വിഭക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട് 4 + 3 + 2 9 യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവക്ക് കിട്ടുന്നതിൻ്റെ എന്തായിരിക്കും ഡബിളിനെക്കാട്ടി ഇത്തിരി കൂടുതലായിരിക്കും അല്ലേ. അതായത് ഇത് 4 ആണ്, ടോട്ടൽ 9 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡബിളിനെക്കാട്ടിയും കുറച്ച് കൂടുതലായിരിക്കും. 14,416 ഡബിളിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ പറഞ്ഞാൽ ഇതല്ല ഇതെന്ന് പറഞ്ഞാൽ 14 ഏകദേശം × 3 വരും അല്ലേ. അപ്പോൾ ഇതുമല്ല. അപ്പോൾ ആൻസർ ഏതാ 3. ഓക്കെ, 14,416ൻ്റെ ഡബിളിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഇത് 4 യൂണിറ്റിൻ്റെ വാല്യൂ ആണിത്. നമുക്ക് വേണ്ടത് 9 യൂണിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡബിളിനെക്കാട്ടിയും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഏതായാലും 32,416. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 14,416 ആണ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? അങ്ങനെയാണെങ്കിൽ 9 യൂണിറ്റ് എത്ര? അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അതെങ്ങനെ ചെയ്യാം? 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 3 ടൈംസ് 24 6. ഓക്കെ, അപ്പോൾ നമുക്ക് 9 × 3604 വേണം. ഇവിടെ നമുക്ക് ഗുണിക്കുന്നതിന് വരെ എന്ത് ചെയ്യാം 9 × 4 ലാസ്റ്റ് ഡിജിറ്റ് 6 വരണം. അത് ഓപ്ഷനിൽ 1 മാത്രമേ ഉള്ളൂ. അങ്ങനെ പല രീതിയിലും ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ ഇത് 4 ഇത് 9 ഇതിൻ്റെ ഡബിളിനേക്കാൾ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ഇതായിരിക്കും അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ അല്ല, ഇതിൻ്റെ 3 ടൈംസ് ആയിട്ട് വരില്ലേ. ബാക്കി 2 വാല്യൂ അതിനേക്കാൾ ചെറുതുമാണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a sum of ₹1180 is to be divided among A, B and C such that 2 times A's share, okay, 2 times A's share, 5 times B's share is equal to 7 times C share എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഷെയർ എത്രയാണ്? അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? റേഷ്യോ കാണാൻ എന്റെ ബിന്റെ റേഷ്യോ കാണാൻ 2ൻ്റെയും 5ൻ്റെയും 7ൻ്റെയും LCM എത്രയാണ്? 2ൻ്റെയും 5ൻ്റെയും 7ൻ്റെയും LCM 70 ആണ്. അപ്പോൾ എന്ത് വരും? റേഷ്യോ എ ബി സിൻ്റെ റേഷ്യോ 70/2 35, 70/5 14, 70/7 10 ആണ് റേഷ്യോ. ഇനി എന്താ വേണ്ടത്? എന്റെ ഷെയർ എത്രയാണ്? അപ്പോൾ 35 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ 1150 ആണ്. ടോട്ടൽ എത്ര ഉണ്ട്? 35, 49, 59 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 1180. നമുക്കറിയാം 59ൻ്റെ ഡബിൾ ആണെന്ത് 118 പിന്നെ ഒരു 0 അപ്പോൾ × 20 ആണ്. അപ്പം 35ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 70 200. ക്ലിയർ?
ആൻസർ എന്ത് വരും 700. അല്ലെങ്കിൽ ഇവിടെ 35ൽ 35 എന്തുണ്ട് 35ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ ആൻസർ. 35 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ 7ൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ ഒരു വാല്യൂ ഉള്ളൂ. അല്ലെങ്കിൽ ഡയറക്റ്റ് ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എക്സാമിനേഷൻ ആൾ അതങ്ങനെ കത്തിക്കോളണമെന്നില്ല. അപ്പോൾ നമ്മൾ അറിയും ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടെണ്ണം ഒരേ മൾട്ടിപ്പിളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ സമയം പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരുപാട് സമയം എടുക്കുമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും ഓപ്ഷൻ നോക്കണം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് നേരിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം ചിലപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണ്ടി വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. In a wallet there are notes of the denominations of ₹10 and ₹50. The total number of notes 12 ആണ്. പിന്നെ 10 രൂപ 50 രൂപ നോട്ടിൻ്റെ റേഷ്യോ 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര രൂപ ഉണ്ടെന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 10 രൂപേൻ്റെ 50 രൂപേൻ്റെ നോട്ടാണുള്ളത്. ടോട്ടൽ എത്ര നോട്ടുണ്ട് 12. ആ നോട്ടിൻ്റെ റേഷ്യോ 1:2. കഴിഞ്ഞില്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ. 12 നോട്ടാണ്, അതിനെ 1:2 എന്ന് പറയുമ്പോൾ 4ഉം 8ഉം അല്ലേ. 12നെ 1:2 ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. അപ്പോൾ 4 ഏതാണ് 10 രൂപ നോട്ട്, 8 ഏതാണ് 50 രൂപ നോട്ട്. 4 10 രൂപ നോട്ടുണ്ട്, 8 50 രൂപ നോട്ടുണ്ട്. അപ്പോൾ എത്ര രൂപ ഉണ്ട് ടോട്ടൽ? 8 × 50 400, 4 × 10 40, 440. സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ. ടോട്ടൽ 12 നോട്ടുണ്ട്, അതിൻ്റെ റേഷ്യോ 1:2 ആണ്. അപ്പം 4ഉം 8ഉം ആണ്. അപ്പം 4 10 രൂപ നോട്ടും 8 50 രൂപ നോട്ടും. ടോട്ടൽ 440 രൂപ ഉണ്ട്. ക്ലിയർ. The sum of the squares of 3 natural numbers is 1029 and they are in proportion 1:2:4. The difference between greatest number and smallest number. അപ്പോൾ 3 നമ്പർ ഉണ്ട്, അതിൻ്റെ സ്ക്വയറിൻ്റെ റേഷ്യോ സം ഓഫ് സ്ക്വയർസ് ഓഫ് 3 നാച്ചുറൽ നമ്പർ 1029 ആണ്. ആൻഡ് ദേ ആർ ഇൻ പ്രൊപ്പോർഷൻ, അതായത് ആ നമ്പർ ഏത് റേഷ്യോയിലാണ് 1:2:4ലാണ്. അപ്പോൾ നമ്പർ സപ്പോസ് എക്സും 2x-ഉം 4x എന്ന് വിചാരിച്ചോ. ഓക്കെ, അതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ് 1029. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4x സ്ക്വയർ പ്ലസ് 16x² ഇസ് ഈക്വൽ ടു 1029. അപ്പോൾ 16 20 21 21x² ഇസ് ഈക്വൽ ടു 1029. ഇപ്പോൾ 21 വെച്ച് ക്യാൻസൽ ചെയ്താൽ 4 × 84 189 9. അപ്പോൾ x² ഇസ് ഈക്വൽ ടു 49, x ഇസ് ഈക്വൽ ടു 7. ഇനി എന്താ പറയുക, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 4x ആണ്, സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ x ആണ്. ഇതിൻ്റെ ഡിഫറൻസ് മാത്രമാണ് 3x ആണ്. എക്സിൻ്റെ വാല്യൂ 7 ആണെങ്കിൽ 3xൻ്റെ വാല്യൂ എത്രയായിരിക്കും? 3 × 7 ഇസ് ഈക്വൽ ടു 21. ക്ലിയർ. നമ്പർ എക്സ് 2x 4x, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 21x² 1029 ആണ്. 1029/21 എന്ന് പറഞ്ഞാൽ 49. x² വാല്യൂ 49. അപ്പോൾ x ഇസ് ഈക്വൽ ടു 7. ഓക്കെ, നമുക്ക് വേണ്ടത് വലിയ നമ്പറിൻ്റെയും ചെറിയ നമ്പറിൻ്റെയും ഡിഫറൻസ് ആണ്. അപ്പം 4xൻ്റെ എക്സിൻ്റെ ഡിഫറൻസ് ആണ് 3x. x ഇസ് ഈക്വൽ ടു 7 ആണെങ്കിൽ 3x എന്തായിരിക്കും? 3 × 7 ഈസ് ഈക്വൽ ടു 21. ഇത് സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻ, റേഷ്യോൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ. a/b 3:5 ആണ്, b/c 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ a/b/c എത്ര? ഇതിപ്പോൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 4 എണ്ണം 5 എണ്ണം ഒക്കെ വരും a/b/c c/d. അപ്പോൾ നമ്മൾ ഓപ്ഷനും കൂടി നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. a/b 3:5 ആണ്. എന്റെ ബിൻ്റെ റേഷ്യോ 3:5 ആണ്. എന്റെ ബിൻ്റെ റേഷ്യോ 3:5 ആണ്. 3:5 ആണോ അല്ല? 3:5 ആണോ അല്ല? 3:5 ആണോ അല്ല? ആൻസർ ഏതാ? അല്ലേ. എൻ്റെ ബിൻ്റെ റേഷ്യോ 3:5 വരണം, ബിൻ്റെ സിൻ്റെ റേഷ്യോ 2:3 വരണം. അങ്ങനെയാണെങ്കിൽ a/b/c എത്ര? നമുക്ക് പല രീതിയിലും ചെയ്യാം. a/b/c. എൻ്റെ ബിൻ്റെ റേഷ്യോ 3:5 ആണ്, ബിൻ്റെ സിൻ്റെ റേഷ്യോ 2:3 ആണ്. ഇത് ഈക്വൽ ആക്കണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. 6 10 3 × 5 15. ഓക്കെ അല്ലേ. ഇത് രണ്ടും സെയിം ആക്കണമെങ്കിൽ ഇതിന് 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതിന് 5 കൊണ്ട് ഗുണിക്കണം. ഇത് 2 കൊണ്ട് 3 × 2 6 10 15. എങ്ങനെയാണെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നേരെ ഓപ്ഷൻ നോക്കിയാൽ എൻ്റെയും ബിൻ്റെ റേഷ്യോ 3:5 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് 65. ഓക്കെ, 65 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ഉള്ളത്. ഇത് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദി ക്ലാസ് 30. ഓക്കെ, ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. ഗേൾസ് 30 ആണ്. അങ്ങനെയാണെങ്കിൽ ബോയ്സ് എത്ര ആയിരിക്കും? 35. എന്ത് ചോദിച്ചാൽ റേഷ്യോ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ടു ദ ഗേൾസ്. ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ എന്താണ് ആ ക്വസ്റ്റ്യൻ? അവിടെ ഞാൻ ഇതിൽ മിസ്റ്റേക്ക് പറ്റിയില്ല. ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ആണ്, ഗേൾസ് ആണ് 35. അപ്പം ബോയ്സ് എത്ര? 30. ഇവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 6:7. ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്, ആർക്കും ചെയ്യാൻ പറ്റും. അതാണ് പ്രശ്നം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ വന്നാലാണ് എക്സാമിന് ഏറ്റവും പാട്. അതെല്ലാവരും ചെയ്യും. ഓക്കെ, അതാണ് പ്രശ്നം.
നമുക്ക് അത്യാവശ്യം ശരിക്കും ക്വസ്റ്റ്യൻ ഒരു ഏവറേജ് ഒരു മോഡറേറ്റ് അധികം ടഫല്ല, എന്നാലും കുറച്ച് ടഫാവുന്നതാണ് എല്ലാവർക്കും. അത്യാവശ്യം പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് അധികം ഈസി പേപ്പർ വരാതെ ടഫ് വരുന്നതാണ്. ഓക്കെ, ഈ നോർമലൈസേഷനും കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ ഷിഫ്റ്റിൽ ഈസി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് മാർക്ക് ചിലപ്പം കുറയാൻ ചാൻസ് ഉണ്ട്. അതേസമയം നമ്മൾ അത്യാവശ്യം നല്ല പേപ്പർ ആണെങ്കിൽ ചിലപ്പോൾ മാർക്ക് കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ എളുപ്പമാവണമെന്ന് വിചാരിച്ച്, ക്വസ്റ്റ്യൻ എളുപ്പമെന്നല്ല, പൊതുവേ പേപ്പർ എളുപ്പമാണെന്ന് വിചാരിച്ച് പോകുന്നതിനേക്കാൾ വലിയ കുറച്ചൊന്ന് നമ്മൾ പഠിച്ച ഒരാളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നാലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിൽ വരുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നോർമലൈസേഷനിൽ നമുക്കത് വ്യക്തമാവും. ഓക്കെ, ഈ ക്വസ്റ്റ്യനൊക്കെ എല്ലാവരും ചെയ്യില്ല. 65 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ ഗേൾസ് 35ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ബോയ്സ് 30ആണ്. 30ൻ്റെയും 35ൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 6:7 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ എല്ലാവരും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ 3A 4B 5C. 3A 4B 5C എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ LCM ഇക്വേറ്റ് ചെയ്താൽ മതി. 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ എത്ര? 60. ഓക്കെ, ഇപ്പോൾ A എന്ന് പറഞ്ഞാൽ 60/3 20, B എന്ന് പറഞ്ഞാൽ 60/4 15, C എന്ന് പറഞ്ഞാൽ 60/5 12. ഓക്കെ, ഈ ടൈപ്പൊക്കെ നമ്മൾ ചെയ്യുന്നില്ല അല്ലേ? ഇത് 2017 മെയിൻസിന് വരെ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. 3A 4B 5C ഈ ടൈപ്പ് മെയിൻസിനൊക്കെ ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, ഈക്വൽ ടു ഒന്നെങ്കിൽ ഈ 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും LCM എടുക്കാം, LCM ഡിവൈഡ് ബൈ 3, LCM ഡിവൈഡ് ബൈ 4, LCM ഡിവൈഡ് ബൈ 5, അല്ലെങ്കിൽ ഈക്വൽ ടു 60 എടുക്കാം. അപ്പോൾ 3A ഈക്വൽ ടു 60 ആണ്. A എന്തായിരിക്കും? 60/3, B എന്താ? 60/4, C 60/5. ജസ്റ്റ് നോക്കിയിട്ട് എഴുതിയാൽ മതി, നമ്മൾ ഓരോ സ്റ്റെപ്പ് എഴുതാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റേഷ്യോ ചോദിച്ചത്. ഇഫ് ആൻ എമൗണ്ട് ഓഫ് 990 is divided among A, B, C in the ratio 3:4:2, then B will get. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ 990 രൂപ ഉണ്ട്. അത് 3:4:2 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ബിക്ക് എത്ര കിട്ടും? ബി എത്ര ഉള്ളത്? 4. ടോട്ടൽ എത്ര ഉണ്ട്? 3 + 4 + 2 9. 9 യൂണിറ്റിൻ്റെ വാല്യൂ 990 ആണെങ്കിൽ 4 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? ഓക്കെ, അപ്പോൾ ഇൻറ്റു 110 ഇൻറ്റു 110. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ടോപ്പിക്കിൽ CGL 2019 ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ടഫ് എന്ന് പറയാനുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും കാണുന്നില്ല. പിന്നെയും കുറച്ചെങ്കിലും ഉള്ളത് ആ മീൻ പ്രൊപ്പോർഷനും ജേണൽ പ്രൊപ്പോർഷനും വരുന്നതിൽ കുറച്ചൊരു കാൽക്കുലേഷൻ ഉണ്ട്. പെട്ടെന്ന് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകണം, അല്ലെങ്കിൽ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കണം. ആ ഒരു ഡിഫറൻസ്, ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, റേഷ്യോയിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ അധികം സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്നാണ് വരാറുള്ളത്. ഓക്കെ, ക്ലാസ് എല്ലാവർക്കും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ അതേപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളൊരു അരിത്മെറ്റിക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അജ്മൽ സൊല്യൂഷൻസ് എന്ന ചാനൽ പെർസെൻറ്റേജ് അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ 2 ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്ലേലിസ്റ്റിലുണ്ട്. ഓക്കെ, അതിനുശേഷമുള്ള ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു വാട്സപ്പ് ലിങ്ക് താഴെ, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അതിൽ ജോയിൻ ചെയ്യാം. അവരെ ഞാൻ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ അരിത്മെറ്റിക് ബാച്ചാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ PDF പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ടെലിഗ്രാം ചാനലിലെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ബൈ, താങ്ക് യു സോ മച്ച്.